കഥ തുടരുന്നു. അപ്പാ, വെങ്കിട്ടസ്വാമിയെ കുലുക്കി വിളിച്ചു. അപ്പാ, എഴുന്നേരപ്പാ. 19കാരനായ മകൻ ഗോവിന്ദ് അപ്പോഴേക്കും ഓടിയെത്തി പെരിയപ്പ അവിടെ പൾസ് നോക്കി. എന്നിട്ട് അർത്ഥഗർഭമായി സ്വന്തം അപ്പയോട് പറഞ്ഞു, വേഗം ഹോസ്പിറ്റലിലെത്തിക്കാം. പെണ്ണുങ്ങൾ കരയാൻ തുടങ്ങിയപ്പോഴേക്കും അപ്പനും മകനും കൂടി സ്വാമിയെ കാറിലെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പറന്നു. കാറിൽ വെച്ച് തന്നെ ഗോവിന്ദ് ഉറപ്പ് പറഞ്ഞു, ഹീസ് നോ മോർ അപ്പാ. ഡോക്ടർ ഒന്ന് സർട്ടിഫൈ ചെയ്താൽ മാത്രം മതി. എന്നാലും ഇത്ര വേഗം? വെങ്കട്ടിൻ്റെ തൊണ്ടയിടറി. നമ്മുടെ നീതി അല്ലപ്പാ പെരിയപ്പ, അവിടെ നീതി. ആ കുട്ടിയെ മാമിയോടൊപ്പം അയച്ചത് തഞ്ചാവൂർ വൈദ്യനാഥൻ എന്ന പെരിയ ആൾക്ക് താങ്ങാനായില്ല. അദ്ദേഹം ആ കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പമായിരുന്നു. വെങ്കട്ട് സങ്കടത്തിൽ തലയിൽ തല്ലി. ഡോക്ടർ മരണം ഉറപ്പാക്കിയതും ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അയാൾ ധർമ്മപുരിയിലും പരമകുടിയിലും കൊൽക്കത്തയിലുമുള്ള 3 സഹോദരിമാരെയും വിവരമറിയിച്ചു. ചെന്നൈയിലെ വീട്ടിലെത്തിയ ഏറ്റവും ഇളയവളായ അഭിരാമിയെ മാത്രം വിട്ടു. അപ്പയുടെ മരണമറിഞ്ഞ് അവൾ വാവുയാമി എന്ന കുട്ടിയെയും കൊണ്ട് തിരികെ മഠത്തിലെത്തിയാൽ ആ നിമിഷം ഒരു അറസ്റ്റ് നടക്കും. തുടർന്ന് നീണ്ട പോലീസ് കേസും വേണ്ട. അപ്പ അവിടെ മൃതദേഹം കാണണ്ട. അവൾക്ക് നഷ്ടപ്പെട്ട മകളെ തിരിച്ചു കിട്ടിയല്ലോ, അതുകൊണ്ട് തൃപ്തിപ്പെടട്ടെ. രാത്രി തന്നെ മറ്റു 3 പെൺമക്കളും ഫ്ലൈറ്റിൽ അപ്പയുടെ മൃതദേഹത്തിനരികിലെത്തി. അബി വന്നില്ലേ? മൂത്തവൾ കനകം തിരക്കി. അവളെ അറിയിച്ചില്ല, വെങ്കിട്ട് പറഞ്ഞു. ഇന്ന് ചെന്നൈ ഫ്ലൈറ്റിനാണ് അവളും കുമുദം മാമിയും അപ്പാവെ കണ്ടിട്ട് മടങ്ങിയത്. പെട്ടെന്ന് വിവരം പറഞ്ഞാൽ അവൾക്ക് താങ്ങാനാവില്ല. എല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ പോയി അവളെ നേരിട്ട് വിവരം അറിയിച്ചോളാം. അവൾക്കത് സഹിക്കില്ലണ്ണാ. ശരിയാവാം എന്ന് വെച്ച് അറിയിച്ചാൽ പറന്നു വരാൻ അവൾക്ക് അവിടെ ഒരാൺ തുണയുണ്ടോ കനകം? നമ്മൾ മാത്രമല്ലേ അവൾക്കുള്ളൂ. അതും നിജം. കനകം ശബ്ദമുയർത്തിക്കരഞ്ഞു. ഒന്നും അറിയാതെ രാത്രി അഭിരാമി അമ്മുവിന് പൊങ്കലും മെതുവടയും വെങ്കായ സാമ്പാറും ഉണ്ടാക്കി കൊടുത്തു. കർപ്പകവല്ലിയെന്ന പഴയ കീർത്തന പാടി ഉറക്കി. അവളോട് ചേർന്ന് കിടന്ന് ആ നെറുകയിൽ ചുണ്ടമർത്തി വെച്ചു. നിറഞ്ഞ നിർവൃതിയോടെ അബിയും ഉറങ്ങി. രാവിലെ സ്വാമിയുടെ മഠത്തിൽ ആളുകൾ തിങ്ങിക്കൂടി. അമ്മു താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ നിന്ന് വസന്തകുമാരി ടീച്ചറും സ്വാതിയും എത്തി. ഭാവിയാമിയെ ആ പാവം സ്വാമി എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, സ്വാതി പറഞ്ഞു. ആ കുട്ടിയുടെ അച്ഛനാണെങ്കിൽ സ്വയം ആ ആക്സിഡൻറ്റിൽ ചെന്ന് ചാടിയതാണെന്ന് പോലീസ് പറയുന്നതും എല്ലാറ്റിനും കാരണക്കാരി ഈഗോയുടെ ആശാത്തിയായ ആ സ്ത്രീയാ, ഡോക്ടർ ഉമ. അങ്ങനെ പറയരുത് സ്വാതി. അവർക്കിപ്പോൾ പശ്ചാത്താപം കാണും. കൊലപാതകികളും സ്ത്രീ പീഡകരുമൊക്കെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പശ്ചാത്തപിച്ചെന്ന് വരും. അതൊരു മഹാകാര്യമല്ല ടീച്ചറെ. ഏതായാലും അപകടത്തിൽപ്പെട്ട ആ ഡോക്ടർ 48 മണിക്കൂർ കഴിഞ്ഞിട്ടും സുബോധത്തിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. ഒരിക്കൽ പോലും കണ്ണു തുറന്നിട്ടുമില്ല. ഭാവിയാമിയെക്കുറിച്ചും ഒന്നും അറിയാനായിട്ടില്ലല്ലോ. വസന്തകുമാരിയുടെ തൊണ്ടയിടറി. ആ പാവം കുട്ടി ഏതോ അപകടത്തിൽ ചെന്ന് ചാടിയെന്നുറപ്പാ. ആ സ്ഥിതിക്ക് ഡോക്ടർ ബാലഗോപാലിന് ബോധം വന്നാലും അപകടമല്ലേ? മകളെക്കുറിച്ചുള്ള ഒരു വിവരവുമില്ലാഞ്ഞിരിക്കുമ്പോൾ അദ്ദേഹം വീണ്ടും അപകട അവസ്ഥയിലേക്ക് പോവില്ലേ? അപ്പോൾ അവർക്കരികിലേക്ക് അഡ്വക്കേറ്റ് വെങ്കട്ടരമണൻ കൂപ്പുകൈകളോടെ എത്തി. നന്ദിയുണ്ട് ടീച്ചറെ. അപ്പോൾ അവിടെ അവസാന നിമിഷങ്ങളിൽ പങ്കുചേരാൻ നിങ്ങളും എത്തിയല്ലോ. ഫ്യൂണറൽ യാത്രയ്ക്ക് മുമ്പ് ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ട്. അതിൽ കൂടി നിങ്ങൾ പങ്കെടുക്കണം. അപ്പോൾ അവിടെ ആത്മാവിനെ നിത്യശാന്തി നേരണം. തീർച്ചയായും. വസന്തകുമാരിയും കൈകൾ കൂപ്പി. സ്വാമി ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ട ആളാണ്. എല്ലാ ചടങ്ങുകളും കഴിഞ്ഞേ ഞങ്ങൾ പോകൂ. സ്കൂളിൽ നിന്ന് കാണാതെ പോയ ആ കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം? നേരിയൊരു വിറയലോടെയാണ് വെങ്കിട്ട് അന്വേഷിച്ചത്. ഒരു വിവരവുമില്ല. ടീച്ചറുടെ കണ്ണുകൾ ഈറനായി. സ്വാമിക്ക് സ്വന്തം പേരക്കുട്ടിയെപ്പോലെയായിരുന്നു ഭാവയാമി. അവളെക്കുറിച്ചുള്ള വേവലാതിയാണോ അദ്ദേഹത്തെ പെട്ടെന്ന് ഈ അപകടത്തിലേക്ക് എത്തിച്ചതെന്ന ശങ്ക ഞങ്ങൾക്കുണ്ട്. അങ്ങനെ ശങ്കിക്കേണ്ട. അപ്പ സുഖമില്ലാതെ ഇരിക്കുകയായിരുന്നു. വയസ്സ് കുറേ ആയില്ലേ? ഭാവിയെ ഇനിയും കണ്ടെത്താവുന്നതല്ലേ ഉള്ളൂ. അത്ര നല്ല മുഖമുള്ളൊരു കുട്ടിയെ ആരും ഉപദ്രവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കയ്യിൽ കിട്ടിയാൽ ആരും ഓമനിച്ച് വളർത്താൻ ആഗ്രഹിക്കുന്ന കുട്ടിയാണ് അവൾ. എവിടെയെങ്കിലും അവൾ സുഖമായി കഴിയുന്നുണ്ടാവാം. അയാൾ നടന്ന് മറ്റുള്ളവരുടെ അടുത്തേക്ക് നീങ്ങി. സ്വാമിയുടെ ഈ അഡ്വക്കേറ്റ് മകനെ ഈ ലോകത്തെക്കുറിച്ച് ഒന്നും അറിയില്ല, സ്വാതി പുച്ഛിച്ചു. ഇരുകാലി മൃഗങ്ങളുടെ ഭൂമിയാണിത്. ഇനി ആ കുട്ടിയെക്കുറിച്ച് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യവുമില്ല ടീച്ചർ. പ്രാർത്ഥനയിൽ ഒന്ന് മുഖം കാണിച്ചിട്ട് നമുക്ക് വിടാം. അപ്പോൾ അവിടെ ജഡം സംസ്കാരത്തിന് എടുക്കും മുമ്പേ വൈകിട്ട് തിരക്കിൽ നിന്ന് ഒഴിഞ്ഞുമാറി അഭിരാമിയെ വിളിച്ചു. വൈകിട്ട് റിങ് ചെയ്യുമ്പോൾ അബി വടപഴനിയിലെ അഗ്രഹാരത്തിൻ്റെ പൂമുഖത്തിറത്തിരുന്ന് അരിപ്പൊടി കോലം വരയ്ക്കുകയായിരുന്നു. അകത്തെ കിടക്കയിൽ നിന്നുള്ള ഫോൺ ശബ്ദം അവളുടെ കാതിലെത്തിയില്ല. എന്നാൽ വീട് മാറിക്കിടന്ന ക്ഷീണത്തിൽ അധികവും ഉറങ്ങിപ്പോയ അമ്മു നിർത്താതെയുള്ള ഫോണിലെ പാട്ട് കേട്ട് ഉണർന്നു. ഫോണുമെടുത്ത് അവൾ കണ്ണു തിരുമ്മി പൂമുഖത്തിറത്തേക്ക് ചെന്നു. അമ്മാ, ദ ഫോൺ ബെല്ലടിക്കുന്നു. അണ്ണൻ കോളിങ്ങാന്നാണ് എഴുതി കാണിക്കുന്നത്. അയ്യോ, അണ്ണനാണോ? അഭിരാമി ഞെട്ടലോടെ അമ്മുവിൻ്റെ നേർക്ക് തിരിഞ്ഞു. ഫോൺ തന്നേക്ക് മോളെ. ഇന്നലെ നമ്മൾ മഠത്തിലെത്തിയപ്പോൾ ശേഷം വിളിച്ചിട്ട് അണ്ണൻ കാളെടുത്തില്ല. ഒടുവിൽ സുഖമായി എത്തി എന്നൊരു മെസ്സേജ് ഇട്ടു. അണ്ണൻ വല്ല കേസിൻ്റെ തിരക്കിൽപ്പെട്ട് കാണും. ഇപ്പോഴവൻ ഫ്രീ ആയത്. ഫോൺ വാങ്ങി കോൾ എടുത്തിട്ട് അവൾ ചോദിച്ചു,
ഇപ്പോഴാണോ അണ്ണാ ഫ്രീ ആയത്? അപ്പ എന്തെടുക്കുന്നു? ഇന്നലെ ആ ഫോണിലും ഞാൻ വിളിച്ചിരുന്നു, അധികമൊന്നും കോൾ എടുത്തില്ല. ഇന്നലെ എന്ത് പറ്റിയ എല്ലാവർക്കും? ഇന്നലെ ഞങ്ങൾക്കിവിടെ കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു അബി, ഗോവിന്ദിൻ്റെ കുറച്ച് ഫ്രണ്ട്സ്. എല്ലാവർക്കും ഇവിടെ ഞങ്ങളൊരു വെജ് ഡിന്നർ ഒരുക്കി, പായസം അടക്കം. പിള്ളേരെല്ലാം കൂടി നിർബന്ധിച്ച് അച്ഛയെ പാടിച്ചു. അയ്യോ, അപ്പ സുഖമില്ലാത്തതല്ലേ അണ്ണാ? അത് പറഞ്ഞാൽ അവന്മാർ വിടണ്ടേ? അപ്പാവും ഹാപ്പിയായിരുന്നു. മിഡ് നൈറ്റ് കഴിഞ്ഞ ഉറങ്ങാൻ പോയത്. ദാ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. നീ കാപ്പിയൊക്കെ കഴിച്ചോ? ഇല്ലണ്ണാ, ഞാൻ കോലമിടുമായിരുന്നു. ഇനി വേണം കാപ്പിയും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഉണ്ടാക്കാൻ. കുമുദം മാമിയില്ലേ അതിനൊക്കെ? മാമി കാലയിലെ കുളിച്ച് വടപ്പള്ളി കോവിലൊക്കെ പോയിട്ടാര്. ഭാവിയാമ്മ സുഖമായിരിക്കുന്നോ? വീട്ടിൽ നിന്ന് പോകുന്നതിൽ അവൾക്ക് എന്തെങ്കിലും വിഷമം? ഏയ്, അവളാ എനിക്കിപ്പോൾ ഫോൺ കൊണ്ടുവന്ന് തന്നത്. ഇപ്പോൾ ഉറക്കം എണീറ്റതേയുള്ളൂ. ഞാൻ അപ്പുറം കൂപ്പിലാണ. അപ്പ ഉണർന്ന പിറക്. വേണ്ട അബി, സായങ്കാലം ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. നീ ഭാവിയെ നന്നായി നോക്ക്. അച്ഛനെയും അമ്മയെയും വിട്ട് നിൻ്റെ ഒപ്പം പോകുന്ന കുട്ടിയല്ലേ, അവൾക്ക് ഒരു കുറവും വരാതെ ശ്രദ്ധിക്കണം. വെങ്കിട്ട് കാൾ അവസാനിപ്പിച്ചു. അപ്പോഴേക്കും കോവിൽ നിന്ന് കുമുദന്മാരി മടങ്ങിയെത്തി. മാമി, ഞാൻ ഭാവിയെ കുളിപ്പിക്കാൻ പോവാ. അത് കഴിഞ്ഞ് വന്ന് കാപ്പി ഇട്ട പോതുമാ. കാപ്പിയും ദോശയും ഒക്കെ ഞാനുണ്ടാക്കാം അബി, മാമി പറഞ്ഞു. നീ ഭാവിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. അവൾക്ക് ദോശ പിടിക്കുമോ അബി? മോളോ, നിനക്ക് ദോശ മതിയോ? അബി അമ്മുവിനോട് തിരക്കി. മതിയമ്മ, അവൾ തലയാട്ടി. ദോശയ്ക്ക് ചട്നി വേണമോ അതോ സാമ്പാർ പോതുമാ? എന്തായാലും കുഴപ്പമില്ല അമ്മ. അതോടെ അബി കുമുദ മാമിയെ അറിയിച്ചു. മാമിക്ക് പിടിച്ചത് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിക്കോളൂ, മോൾക്ക് പ്രശ്നമില്ല. പിന്നെ അവൾ അമ്മുവിന് ഒരു പെറ്റിക്കോട്ട് നൽകിയിട്ട് ഉടുപ്പ് മാറ്റാൻ ആവശ്യപ്പെട്ടു. ഞാൻ തനിയെ കുളിച്ചോളാം അമ്മേ. കുളിക്കുന്നത് തനിച്ചായിക്കോളൂ, പക്ഷേ എണ്ണ ഞാൻ പുരട്ടിത്തരാം. ഞാൻ എണ്ണ ഉപയോഗിക്കാറില്ല അമ്മേ. അത് പറ്റില്ല മോളൂ, എണ്ണ തേച്ചാലേ മുടിക്ക് ആരോഗ്യമുണ്ടാവൂ. കണ്ണിൻ്റെ കാഴ്ച വർദ്ധിപ്പിക്കാനും ത്വക്കിന് മിനുസമുണ്ടാവാനും എണ്ണ അത്യാവശ്യമാണ്. അത് മോളുടെ അമ്മ പറഞ്ഞു തന്നിട്ടില്ലേ ബാവ? അമ്മു ഉത്തരമില്ലാതെ നിന്നു. അമ്മയും മകളും തമ്മിലുള്ള സ്നേഹത്തിനും എണ്ണ അത്യാവശ്യം മോളൂ. അഭിരാമി ചിരിച്ചു. എണ്ണയ്ക്ക് സ്നേഹം എന്നൊരു പര്യായ പദം കൂടിയുണ്ട്. ഈ പെറ്റിക്കോട്ട് അണിഞ്ഞ് അമ്മയുടെ മുന്നിൽ നിൽക്കാൻ എനിക്ക് ചമ്മലുണ്ട് അമ്മേ. അമ്മയുടെ മുന്നിൽ പെൺമക്കൾ ചമ്മാൻ പാടില്ല മോളൂ, പ്രത്യേകിച്ചും ഈ പ്രായത്തിൽ. അമ്മ അറിയുകയും സഹായിക്കുകയും ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ പ്രായത്തിൽ പെൺകുട്ടികൾക്ക് സംഭവിക്കും മോളെ. അമ്മയെ ഒളിക്കുകയല്ല, അമ്മയെ അറിയിക്കുകയും അമ്മയുടെ സ്നേഹത്തിൻ്റെ തണൽ അനുഭവിക്കുകയുമാണ് വേണ്ടത്. അമ്മ പിന്നെ പ്രതിഷേധിക്കാൻ പോയില്ല. അഭിരാമി അവളുടെ മുടിയിൽ എണ്ണ പുരട്ടി തലയോടി മസാജ് ചെയ്തു. കഴുത്തിലും കൈത്തണ്ടകളിലും തൈരിൽ ചാരിച്ച കടലമാവ് തേച്ചു കൊടുത്തു. കവളിൽ കസ്തൂരി മഞ്ഞൾ അരച്ചു തടവി. കുളി അരമണിക്കൂർ നീണ്ടു. ചീവയ്ക്കപ്പൊടിയിൽ മുടി കഴുകി വൃത്തിയാക്കി. എന്നത്തവൻ ചെയ്തനെ യശോദ എന്ന് പാടിക്കൊണ്ടാണ് അമ്മുവിൻ്റെ മുടി ബ്രഷ് ചെയ്തത്. ഈ പാട്ടിൻ്റെ അർത്ഥം മോൾക്കറിയുമോ? അഭി ചോദിച്ചു. ഇല്ല. എങ്കിൽ യശോദ കണ്ണനെ പാടിയുറക്കുന്ന പാട്ടാണിത്. ലോകം മുഴുവൻ നിറഞ്ഞ പൊരുളായ കണ്ണനെ മകനായി കിട്ടാൻ യശോദ എന്ത് തപസ്സാണ് ചെയ്തതെന്നാണ് ആ അമ്മ സ്വയം ചോദിക്കുന്നത്. സത്യത്തിൽ എൻ്റെ ഈ പൊന്നുമോളെ എനിക്ക് തിരിച്ചു കിട്ടാൻ ഞാൻ എന്ത് പുണ്യമാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല മോളെ. അമ്മുവിനെ ചേർത്ത് പിടിച്ച് അവൾ വിങ്ങി വിങ്ങി കരഞ്ഞു. ഈ പാട്ട് എനിക്ക് പഠിപ്പിച്ചു തരുമോ അമ്മ? തീർച്ചയായും. അമ്മയ്ക്കറിയാവുന്ന എല്ലാ പാട്ടുകളും അമ്മ മോൾക്ക് പഠിപ്പിച്ചു തരാം. ഇതിൻ്റെ രാഗവും താളവും എനിക്ക് പറഞ്ഞു തരണേ. തീർച്ചയായും. നിനക്ക് വേണ്ടി മാത്രമേ രാഘവി ഇനി അമ്മ ജീവിക്കണത്. അമ്മയ്ക്ക് എപ്പോഴോ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകേണ്ടത്. ഇനി അമ്മ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകണില്ലെന്ന് തീരുമാനിച്ചു കൂട്ടാ. നിന്നെ പിരിഞ്ഞ് അമ്മയ്ക്കിനി ഒരു നിമിഷം ജീവിക്കാൻ പറ്റില്ല മോളെ. ജോലി ചെയ്യാതെ നമ്മളെങ്ങനെ ജീവിക്കും അമ്മേ? നാളെ മുതൽ കുട്ടികൾ ഇവിടെ പാട്ട് പഠിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വീട് എനിക്ക് അപ്പ വാങ്ങി തന്ന. അപ്പം വാടകയുടെ ആവശ്യമില്ലല്ലോ. 10 കുട്ടികളുടെ ശമ്പളം കിട്ടിയാൽ മതി നമ്മുടെ ആഹാരത്തിന്. 4 എരുമകളുണ്ട് നമ്മുടെ തൊഴുത്തിൽ. അതിൻ്റെ പാല് വിറ്റുള്ള പണവും കിട്ടും. എരുമകളെ കറക്കാനും അവറ്റുള്ള കാര്യം നോക്കാനുമൊക്കെ കുമുദം മാമി മതി. പുറം പണികൾക്കായി ഒരു പണിക്കാരനുമുണ്ട്. രാഘവിയുടെ അച്ഛൻ എവിടെ പോയി അമ്മ? അമ്മു ചോദിച്ചു. അച്ഛനെ ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ. അച്ഛനെക്കുറിച്ച് അമ്മ ഒന്നും പറഞ്ഞുമില്ലല്ലോ. അഭിരാമി വല്ലാതെയായി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മുവിനും വിഷമമായി. രാഘവിക്ക് അച്ഛനില്ലാത്ത കൊണ്ടാണോ അമ്മേ? അങ്ങനെയെങ്കിൽ അമ്മ സങ്കടപ്പെടണ്ട. അല്ല മോളെ. അഭിരാമി കണ്ണു തുറച്ചു. രാഘവിയെ എന്നേക്കാൾ സ്നേഹിച്ചിരുന്നത് അവളുടെ അപ്പാവായിരുന്നു. ബാങ്കിലായിരുന്നു അദ്ദേഹത്തിന് ജോലി. രാഘവി നഷ്ടപ്പെട്ടതോടെ അദ്ദേഹം ഭ്രാന്തിൻ്റെ അവസ്ഥയിലായി. ഒരു ദിവസം മുതൽ അദ്ദേഹത്തെ കാണാതായി. എൻ്റെ അപ്പാവും അണ്ണനുമൊക്കെ ഒരുപാട് അന്വേഷിച്ചു, പത്രങ്ങളിൽ അറിയിപ്പ് കൊടുത്തു. ഇപ്പോൾ ഒരാണ്ടാവാറാവണോ, ഒരു വിവരവുമില്ല. അവൾ ആങ്ങലടിച്ച് കരഞ്ഞു. അവരുടെ പിന്നിലെത്തിയ കുമുദ മാമി പറഞ്ഞു. കടവുൾ കരുണയുള്ളവരാ മോളെ. വൈകാതെ ഒരു നാൾ അവൻ വരുന്ന എൻ്റെ വിശ്വാസം. മരിച്ചുപോയ നിൻ്റെ കുട്ടിക്ക് പകരമായി അതേപോലൊരു കുഞ്ഞിനെ നിനക്ക് ദൈവം തന്നില്ലേ? അപ്പോൾ പിന്നെ ജീവിച്ചിരിക്കുന്ന ഭർത്താവ് എങ്കിലെന്തായാലും തിരുമ്പി വരും. കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്, അഭിരാമി പറഞ്ഞു. പാലക്കാട് ടൗണിൽ. പേര് രാഘവേന്ദ്ര റാവു. അവർ തുളു ബ്രാഹ്മിൺസാ. ഞങ്ങൾ തമിഴ് ബ്രാഹ്മിൺസും.
അടുത്തടുത്ത വീടുകളിൽ താമസിക്കുമ്പോൾ 2 വീട്ടുകാരുടെയും സമ്മതത്തോടെയാണ് അദ്ദേഹം എന്നെ വിവാഹം ചെയ്തത്. കല്യാണം കഴിഞ്ഞതോടെ അദ്ദേഹത്തിന് ചെന്നൈയിലേക്ക് ട്രാൻസ്ഫറായി. അപ്പ എനിക്ക് ഈ വീടും വാങ്ങിത്തന്നു. സഹായത്തിന് കുമുദ മാമിയെയും കൂടെ പാർപ്പിച്ചു. പക്ഷേ എല്ലാ സന്തോഷവും പെട്ടെന്ന് അവസാനിച്ചു. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വരുമടി മോളെ. കുമുദ മരുമകളെ തഴുകി. താൻ ഇന്ന് രാവിലെ പാലക്കാടിനെ വിളിച്ചു തിരക്കി അദ്ദേഹത്തിൻ്റെ വല്ല വിവരവുമുണ്ടോയെന്ന്. ഇല്ലെന്ന് പറയുമ്പം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ സ്വരത്തിൽ ഒരനിഷ്ടം. എന്നോട് അവർക്ക് വെറുപ്പായോന്ന സംശയം. സംശയിക്കേണ്ട മോളെ, അങ്ങനെയൊക്കെ സംഭവിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മകനും നഷ്ടപ്പെട്ടു, മകനുണ്ടായ കുഞ്ഞും നഷ്ടപ്പെട്ടു. ആ സ്ഥിതിക്ക് ഇനി മോളോട് അവർക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടാവുമോ? ആ വശം ഇനി മറക്കണതാ നല്ലത്. ദൈവം മോൾക്ക് ഈ കുട്ടിയെ തന്നില്ലേ, അതോർത്ത് സമാധാനിച്ച് ജീവിക്ക്. ശരി മാമി, അവൾ സമ്മതിച്ചു. എനിക്കെൻ്റെ രാഘവ് മതി. അബി അമ്മുവിനെ കെട്ടിപ്പിടിച്ചു. ദോശയും സാമ്പാറും അവൾ കുട്ടിക്ക് വിളമ്പി. നൽകുകയല്ല, ഊട്ടുകയാണ് ചെയ്തത്. കല്യാണത്തെ നില കാച്ചാതെ പാൽനില പാടിക്കൊണ്ടാണ് അഭിരാമി ഓരോ തുണ്ടു ദോശയും സാമ്പാറിൽ കുഴിച്ച് അമ്മുവിൻ്റെ വായിൽ നൽകിയത്. കുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞു. ആ സ്നേഹം മാത്രമല്ല, പാട്ടും അവളെ വശീകരിച്ചു. വൈകുന്നേരം അപ്പാവയെയും അണ്ണയെയും വിളിക്കണമെന്ന് അഭിരാമി തീരുമാനിച്ചിരുന്നെങ്കിലും അമ്മുവിനെയും കൊണ്ട് ക്ഷേത്രത്തിലും പൂക്കടയിലും തുണിക്കടയിലുമെല്ലാം ചുറ്റിയതിനാൽ അത് മറന്നുപോയി. പലതരത്തിലും നിറത്തിലുമുള്ള 10ഓളം ഉടുപ്പുകൾ കുട്ടിക്കായി വാങ്ങി. കാഞ്ചിപുരം പട്ട് വാങ്ങിയാണ് മോൾക്ക് പട്ടുപാവാടകളും ജാക്കറ്റുകളും തുന്നാൻ നൽകിയത്. തൻ്റെ കാതിലുള്ള തരം ജിമിക്കുകളും സ്വർണ്ണക്കടയിൽ നിന്ന് വാങ്ങി മകളുടെ കാതിൽ അണിയിച്ചു. കുട്ടിയുടെ മൂക്ക് കുത്താനായി വാദ്യരെ കണ്ട് നല്ല സമയം കുറിപ്പിച്ചു. തൻ്റെ രാഘവിയെ ചേർത്തണച്ചാണ് രാത്രി അഭിരാമി ഉറങ്ങിയത്. ഉറക്കത്തിൽ അമ്മ അന്ന് അച്ഛനെ സ്വപ്നം കണ്ടു. അച്ഛ എന്നോർക്കെ കരഞ്ഞുകൊണ്ട് അവൾ പിടഞ്ഞെണീറ്റു. മോളെ രാഘവി. അപ്പോൾ തന്നെ അഭിരാമിയെ ഉണർന്നു. അമ്മുവിനെ അവൾ പൊതിഞ്ഞു പിടിച്ചു. എന്താ എൻ്റെ മോൾക്ക് പറ്റിയത്? ഞാൻ അച്ഛനെ സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം മോളെ? എൻ്റെ അച്ഛൻ ഒരു ആക്സിഡൻറ്റിൽ പെട്ടു. അച്ഛൻ്റെ വണ്ടി ഒടിഞ്ഞു ചിളങ്ങിപ്പോയി. അച്ഛനെ ആളുകൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ശബ്ദിക്കാനാവാതെ ഇരുന്നു പോയി അഭിരാമി. കുട്ടി കണ്ടത് സ്വപ്നമല്ല, സത്യമാണ്. മോൾക്ക് അച്ഛനോടുള്ള അമിതമായ സ്നേഹം കൊണ്ടാണ് അച്ഛന് സംഭവിച്ച ആ ദുരന്തം അവളുടെ കൺമുമ്പിൽ തെളിഞ്ഞു വന്നത്. എന്നിട്ടും അബി ഒളിക്കാൻ നോക്കി. വെളുപ്പിനെ കാണുന്ന സ്വപ്നങ്ങളെ ഫലിക്കും മോളെ. ഇപ്പോൾ 12 മണിയായതേ ഉള്ളൂ. പാതിരാവിൽ കാണുന്ന സ്വപ്നം ഒരിക്കലും ഫലിക്കില്ല. എന്നാലും അമ്മ പാട്ടപ്പനെ വിളിച്ച് എൻ്റെ അച്ഛനെക്കുറിച്ച് തിരക്കാൻ പറയണേ. എനിക്ക് പേടി വരുക. മോൾ പേടിക്കണ്ട, അമ്മ രാവിലെ തന്നെ തിരക്കാതെ തന്നെ പാട്ടപ്പൂപ്പൻ ഡോക്ടർ ബാലഗോപാലിനെ ചെന്ന് കണ്ടതായും അദ്ദേഹം സുഖമായിരിക്കുന്നതായും അബി കുട്ടിയോട് കളവ് പറഞ്ഞു. മുറിവുകളൊക്കെ ഉണയെങ്കിലും 1 മാസം കഴിഞ്ഞിട്ടും ബാലു സ്വഭാവത്തിലേക്ക് മടങ്ങിയെത്തിയിരുന്നില്ല. ഒടുവിൽ ഉമ ഭർത്താവിനെയും കൊണ്ട് വീട്ടിൽ തിരിച്ചെത്തി. ഒപ്പമുണ്ടായിരുന്ന മഹേശ്വരി തിരുമുൽപ്പാട് ഒട്ടും ആലോചിക്കാതെ മകളെ ഉപദേശിച്ചു. ഇന്ന് തന്നെ ബാലുവിൻ്റെ സഹോദരിമാരെ വിളിച്ചു വരുത്തി ഈ ചുമതല അങ്ങ് ഏൽപ്പിക്കുമോളെ. അവന് സ്വന്തം വീടൊക്കെ ഉള്ളതല്ലേ. നമ്മുടെ വകയായി കുറച്ച് രൂപ കൂടി ഏൽപ്പിച്ചേക്കാം. കൊണ്ടുപോയിക്കോട്ടെ അവർ. ഇവിടെ താമസിപ്പിച്ചാൽ നിൻ്റെ ജീവിതം ഇതോടെ നശിച്ചു പോകും. ബാലുവിൻ്റെ സിസ്റ്റേഴ്സ് അദ്ദേഹത്തിൻ്റെ ചുമതല ഏറ്റെടുത്തില്ലെങ്കിലോ അമ്മേ? ഉമ്മ ചോദിച്ചു. ഏറ്റെടുക്കില്ലെന്ന് ആര് പറഞ്ഞു? മഹേശ്വരി മുഖം ചുളിച്ചു. നന്നായി കാശ് എറിഞ്ഞു കൊടുക്കണമെന്ന് മാത്രം. ദാരിദ്ര്യ കൂട്ടങ്ങളാ എല്ലാം. ഈ അപകടം ഉണ്ടാവും മുമ്പേ നിങ്ങൾ തമ്മിലുള്ള ബന്ധം പിരിഞ്ഞതല്ലേ. സുബോധമില്ലാത്ത ഇവന് നിൻ്റെ അരികിലാണ് കിടക്കുന്നതെന്ന ബോധവുമില്ലല്ലോ. അപ്പോൾ പിന്നെ എവിടെയായാലും എന്താ? നിങ്ങൾ 2 പേരും തമ്മിൽ നിയമപരമായ യാതൊരു ബന്ധവുമില്ലല്ലോ. നീ ഇവനെ സംരക്ഷിക്കണമെന്ന് ഒരു കോടതിയും പറയുകയുമില്ല. അപ്പോൾ എന്തായാലും ഭിക്ഷ കൊടുത്ത് ചുമതല ഒഴിയണതാ ബുദ്ധി. അവറ്റോൾക്കാണെങ്കിൽ രക്തബന്ധമെങ്കിലും ഉണ്ടല്ലോ. നിർബന്ധമായി അവരെ വിളിച്ച് ആവശ്യപ്പെടുക, കൊണ്ടുപോയിക്കൊള്ളണമെന്ന്. ചോദിക്കുന്ന തുക കൊടുക്കാമെന്ന്. ഈ ജഡത്തെയും ചുമന്ന് നിൻ്റെ മോൻ്റെ ജന്മം തുലയാതിരിക്കാൻ വേണ്ടിയാണ് അമ്മ പറയണത്. അവർ അകത്തേക്ക് പോയി. അമ്മമ്മയുടെ തീരുമാനം തന്നെയാണോ അമ്മയുടേതും? അരികിലുണ്ടായിരുന്ന അപ്പു തിരക്കി. ഉമ ഒന്ന് മകനെ നോക്കി. അമ്മ മറുപടിയൊന്നും പറയാനതുകൊണ്ടാണ് ചോദിച്ചത്. ആരോഗ്യത്തോടെ ജോലി ചെയ്ത് ജീവിച്ചിരുന്ന ഭർത്താവിനെ ഒരു കാരണം കൂടാതെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ച മഹതിയ ഡോക്ടർ ഉമാ മഹേശ്വരി. ആ നിലയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാനോ ഒരു വാക്ക് ശബ്ദിക്കാനോ കഴിയാത്ത എൻ്റെ അച്ഛനെ പണം കൊടുത്ത് അപ്പച്ചിമാരെ ഏൽപ്പിച്ചാൽ അതിശയിക്കാനൊന്നുമില്ല. എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. യെസ്, ആലോചിച്ചേ എന്ത് ചെയ്യാവൂ. മിണ്ടാനോ അനങ്ങാനോ കഴിയാത്ത എൻ്റെ അച്ഛനെ ആ ദുഷ്ടത്തി അപ്പച്ചിമാരെ ഏൽപ്പിച്ചാൽ പണം മോഹിച്ച് അവർ ചിലപ്പം ഏറ്റെന്ന് വരും. പക്ഷേ അച്ഛൻ്റെ ഗതി ഭയങ്കര കഷ്ടമാവും. അവർ എൻ്റെ അച്ഛനെ വല്ല കടലിലോ കൊക്കയിലോ എറിയും. അതിൽ ഭേദം എൻ്റെ അമ്മ തന്നെ എന്തെങ്കിലും മരുന്ന് ഇഞ്ചക്ട് ചെയ്ത് അങ്ങ് തീർത്തേക്കണതാ. മേഴ്സി കില്ലിംഗ് എന്ന പദത്തിൽ അല്പം മേഴ്സിയെങ്കിലും ഉണ്ടല്ലോ. കത്തുന്ന മിഴികളോടെ അവൾ മകനെ നോക്കി. നിൻ്റെ വാക്കുകളിൽ പക്ഷേ അല്പം മേഴ്സി പോലുമില്ലല്ലോ അപ്പൂ. അമ്മയുടെ വാക്കുകളിൽ അല്പമെങ്കിലും ദയ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. എന്നിട്ട് അമ്മ ഒരക്ഷരവും മറുപടി പറഞ്ഞില്ലല്ലോ. എൻ്റെ അമ്മ അങ്ങനെയേ പറയുമെന്ന് എനിക്കറിയാം. അവർ എന്തു പറഞ്ഞാലും തീരുമാനമെടുക്കുന്നത് ഞാനല്ലേ അപ്പൂ.
അച്ഛനെ ഇവിടെ താമസിപ്പിച്ച് ചികിത്സിക്കാനാണ് അമ്മയുടെ ഉദ്ദേശമെങ്കിൽ ഈ അമ്മമ്മയെ ദയവ് ചെയ്ത് ഇവിടുന്ന് പറഞ്ഞേക്കണം. അമ്മമ്മ ഇവിടെ താമസിച്ചാൽ ആരുമില്ലാത്ത സമയം നോക്കി അവർ എൻ്റെ അച്ഛൻ്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലും. അതോർത്ത് എൻ്റെ മോൻ പേടിക്കണ്ട. ഞാൻ ഏത് സമയവും നിൻ്റെ അച്ഛൻ്റെ അടുത്തുണ്ടാവും. എന്നാലും സ്വന്തം അമ്മയെ ഇവിടുന്ന് പറഞ്ഞേക്കാൻ തയ്യാറല്ല. എന്തിനാ പറഞ്ഞേക്കുന്നത്? അമ്മ സ്വയം പോയിക്കോളുമല്ലോ. കണ്ടറിയാം. അപ്പു മുറി വിട്ടു പോയി. താഴത്തെ നിലയിലെ ബാലു പണ്ട് ഉപയോഗിച്ചിരുന്ന ബെഡ്റൂമിൽ തന്നെയായിരുന്നു അയാളെ കിടത്തിയിരുന്നത്. മീനുവിനെ കൂട്ടി ഉമ ഒരു കട്ടിൽ കൂടി അവിടേക്ക് പിടിച്ചിട്ടു. അവളും കിടപ്പ് ആ മുറിയിലാക്കി. രാത്രി ആ മുറിയിലെത്തിയ മഹേശ്വരി മകളോട് തിരക്കി, ബാലുവിൻ്റെ ആ സിസ്റ്റേഴ്സിനെ നീ വിളിച്ചോ? ഇല്ല. അതെന്താ? അത് വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. എന്ന് വെച്ചാൽ ഇയാളെ ഈ മുറിയിലിട്ട് നോക്കാനാ നിന്റെ തീരുമാനം? അതെ. നീയപ്പോൾ ജോലിക്ക് എങ്ങനെ പോവും? കുറച്ച് നാൾ അവധിയെടുക്കും. ജോലി ചെയ്യാതെ നീ എങ്ങനെ ജീവിക്കും? ഇയാളെ ചികിത്സിക്കും, നിന്റെ മോനെ പഠിപ്പിക്കും. അതിനുള്ള അത്യാവശ്യം സേവിങ്സൊക്കെ എനിക്കുണ്ട്. അവ തീരുമ്പോഴോ? നമ്മുടെ മുകൾ നിലയിലേക്ക് ഫ്രീ എൻട്രൻസ് ഉള്ളതല്ലേ? ഞങ്ങൾ താഴെ താമസമാക്കിയിട്ട് മുകൾ നില വാടകയ്ക്ക് കൊടുക്കും. വേലക്കാരിക്ക് ശമ്പളം എങ്ങനെ കൊടുക്കും? ശമ്പളം കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ മീനു മറ്റു വല്ലയിടത്ത് ജോലിക്ക് പോയിക്കോളും. ജീവിതം എങ്ങനെയാവുന്നോ അതേപടി ജീവിച്ചു പോകാനല്ലേ പറ്റൂ. അച്ഛന് ഇടയ്ക്കിടയ്ക്ക് വയ്യാതെ വരുന്നതുകൊണ്ട് അദ്ദേഹത്തെയും കൊണ്ട് ഇനി നിൻ്റെ ഒപ്പം താമസിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതിന് കുഴപ്പമില്ലമ്മേ. എനിക്കും ബാലുവിനും അപ്പുമോനും ഈ ഒരു മുറി മതി. താഴെ തന്നെ ഇതുകൂടാതെ 2 മുറികളുണ്ടല്ലോ അമ്മേ. ഡെത്ത് ബെഡിൽ കഴിയുന്ന ഒരാളുള്ള വീട്ടിൽ വയസ്സായ ഞങ്ങൾക്ക് കഴിയാൻ ബുദ്ധിമുട്ടുണ്ട്. ഡെത്ത് ബെഡെന്നൊക്കെ പറയാതെ അമ്മേ. ബാലു വൈകാതെ രക്ഷപ്പെടുമെന്ന എൻ്റെ ഉറച്ച വിശ്വാസം. എനിക്ക് ആ വിശ്വാസമില്ല. അതുകൊണ്ട് നാളെ തന്നെ ഞങ്ങൾ തലശ്ശേരിക്ക് മടങ്ങാം. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഞാൻ അമ്മയെ നിർബന്ധിക്കില്ല. ഞാൻ നിർബന്ധിച്ചാൽ നീ വഴങ്ങുകയുമില്ലല്ലോ. ഇല്ല. ഉമ്മയുടെ സ്വരം ഉറച്ചു. പുരാണത്തിൽ ശീലാവതി എന്നൊരു കഥാപാത്രമുണ്ട്. മഹേശ്വരി ചിരികൂട്ടി. രോഗിയായ ഭർത്താവിനെ വേശ്യാഗൃഹത്തിലേക്ക് ചുമന്ന പതിവ്രതയാണ് ശീലാവതി. നൃത്തനാടകമായി ഞങ്ങൾ പണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ പെൺകുട്ടികൾ പക്ഷേ ആ കഥാപാത്രത്തെ പുച്ഛിക്കുകയുള്ളൂ. അതാണ് അത്തരം കഥകളൊന്നും ആരും ഇപ്പോൾ പറയാത്തത്. എന്നാൽ എൻ്റെ മകളിപ്പോഴും ആ പഴയ ലോകത്താണ്. ഞാൻ മാത്രമല്ലമ്മേ. ആ പഴയ കാലത്തെ ഇഷ്ടപ്പെടുന്ന ധാരാളം പെണ്ണുങ്ങൾ ഇപ്പോഴും ഉണ്ടമ്മേ. അവശരോടും അശരണരോടും കരുണയുള്ള ഒരു പുതിയ തലമുറ വളർന്നു വരുന്നുമുണ്ട്. സ്വാർത്ഥതയുടെ മുൾപടർപ്പുകൾക്കിടയിൽ അവർക്ക് തലപൊന്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രം. എൻ്റെ 2 മക്കൾ തന്നെ എന്നെക്കാളും എൻ്റെ മാതാപിതാക്കളെക്കാളും കരുണയുള്ളവരാ. എന്നിട്ടാണോ നിൻ്റെ മകൾ നിന്നെ വിട്ടുപോയത്? അതെ. അവളുടെ തൊണ്ടയിടറി. അത് എൻ്റെ കുറ്റം തന്നെയാ. എങ്കിൽ നിൻ്റെ മകനും നിന്നെ വിട്ടുപോകും. നോക്കിക്കോ. കണ്ണിലെ കൃഷ്ണമണിയായി നിന്നെ വളർത്തിയ നിൻ്റെ അമ്മയെ വിട്ടുപോയവളല്ലേ നീ. നീ ഒരു തവണ ഞങ്ങളെ വേദനിപ്പിച്ചെങ്കിൽ നിൻ്റെ 2 മക്കളും 2 വട്ടം നിന്നെ വേദനിപ്പിക്കും ഉമ. നിൻ്റെ പറ്റമ്മയാ ശപിക്കുന്നത്. തൻ്റെ നെഞ്ചിലേക്ക് ഒരു ഇടുത്തി വീണതായി ഉമയ്ക്ക് തോന്നി. ബാലുവിൻ്റെ ഒപ്പം താമസം ആരംഭിച്ച സമയത്തും അമ്മ വന്ന് നെഞ്ചിൽ തല്ലി ശപിച്ചിട്ടുണ്ട്. അതും ഫലിച്ചു. 9 വയസ്സുള്ള തൻ്റെ പൊന്നുമകൾ തന്നെ വിട്ടുപോയതാവില്ല. തൻ്റെ പൊന്നോമനയെ ആരോ കവർന്നു കൊണ്ടുപോയതാണ്. ആ സങ്കടം താങ്ങാനാവാതെ ജീവനെടുക്കുന്നതിനെക്കുറിച്ച് തീരുമാനിച്ച സമയത്താണ് ബാലു അപകടത്തിൽ അനക്കമറ്റ് വീണത്. അത് കണ്ടില്ലെന്ന് നടിച്ച് മരിക്കാൻ കഴിയാതെയായി. ഇപ്പോഴും മരിക്കാനാവുന്നില്ല. കടമകൾ ജീവൻ നിലനിർത്താൻ നിർബന്ധിക്കുന്നു. കണ്ണീരിൽ കുറേ സമയത്തേക്ക് അവൾ അന്ധയായിപ്പോയി. വീണ്ടും കാഴ്ച കൈവന്നപ്പോൾ അമ്മ മുന്നിലില്ല. അതിരാവിലെ മകളോട് യാത്ര പോലും പറയാതെ ഭർത്താവിനൊപ്പം മഹേശ്വരി തിരുമൽപ്പാട് മടങ്ങിപ്പോയി. ഉമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ആദ്യം 2 മാസത്തേക്കാണ് അവധിയെടുത്തത്. മുകളിലെ നിലയിലെ സ്റ്റെയർകേസ് ക്ലോസ് ചെയ്ത ശേഷം ആ ഭാഗം മറ്റൊരു കുടുംബത്തിന് വാടകയ്ക്ക് നൽകി. ഈ മാസം കഴിഞ്ഞു മീനു പോയിക്കോളൂ, അവൾ ഹൗസ് മെയ്ഡിനോട് പറഞ്ഞു. ഇവിടുത്തെ ജോലികൾ ഞാൻ ചെയ്തോളാം. സങ്കടമുണ്ട് ഡോക്ടറെ. മീനു കണ്ണു തുറച്ചു. ബാലുവിന് സുഖമായി കഴിഞ്ഞ് ഞാൻ മീനുവിനെ തിരിച്ചു വിളിക്കും. വരണം. ശമ്പളമില്ലാതെ ഞാൻ ജോലി ചെയ്തോളാം ഡോക്ടറെ. അത് ശരിയല്ല മീനു. ഇയാൾക്കും ഒരു കുടുംബമില്ലേ? കണ്ണീരൊഴുക്കിക്കൊണ്ടാണ് അവൾ ഇറങ്ങിപ്പോയത്. പാചകത്തിലും ക്ലീനിങ്ങിലും അപ്പു അമ്മയെ സഹായിക്കും. അപ്പു വീട്ടിനുള്ള സമയത്ത് അവൻ അച്ഛൻ്റെ അരികിൽ ഇരുന്നിട്ട് ഉമ്മ വീട്ടിൽ വരുന്ന അത്യാവശ്യം രോഗികളെ കൺസൾട്ട് ചെയ്യും. ഉമ്മ ഡോക്ടർ വെറുതെ മരുന്ന് കുറിച്ച് തന്നാൽ മതി, അപ്പോൾ ഞങ്ങളുടെ അസുഖം മാറും, ചില രോഗികൾ പറഞ്ഞു. അതൊക്കെ ദൈവാനുഗ്രഹമാണ്. നിങ്ങൾക്ക് എന്നിലുള്ള വിശ്വാസവും. അച്ഛൻ വീട്ടിൽ കിടപ്പായതോടെ അപ്പു സ്പോർട്സിൽ നിന്നും ഗെയിംസിൽ നിന്നും ഒഴിഞ്ഞു. ട്യൂഷൻ പോലും നിർത്തി. എങ്കിലും ക്ലാസ്സിൽ അവൻ ഒന്നാമനായിരുന്നു. ആകെ അവൻ്റെ എൻ്റർടൈൻമെൻറ്റ് നെറ്റും മൊബൈൽ ഫോണുമായിരുന്നു. ഒരു ദിവസം അപ്പു മുറിയിൽ ഫോൺ വെച്ച് പോയ സമയത്താണ് അതിലേക്ക് വന്ന ഒരു കോൾ ഉമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മിനി കാളിംഗ് എന്നാണ് എഴുതി കാണിക്കുന്നത്. അവൾ ഫോൺ പരിശോധിച്ചപ്പോൾ മിനിയുടേതായി മിസ്ഡ് കോൾസും റിസീവ്ഡ് കോൾസും ഡയൽഡ് കോൾസും ഒട്ടേറെ. അപ്പുവിൻ്റെ സഹപാഠികൾ ആരെങ്കിലും ആവുമെന്ന് വിചാരിച്ചു. ആൺകുട്ടികൾക്ക് ചിലപ്പോൾ മിലി എന്ന പേരോ വിളിപ്പേരോ ഉണ്ടാവാം. എങ്കിലും ആകാംക്ഷയൊന്നും കാട്ടാതെ 2 ദിവസം കഴിഞ്ഞ് ഉമ്മ തിരക്കി. ആരാ അപ്പു മിലി? എൻ്റെ ഫ്രണ്ടാ. മുഖത്ത് ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെയാണ് അവൻ പറഞ്ഞത്.
സെയിം സ്കൂളിലാ? യാ. അവൾ പ്ലസ് ടു ആ. 14കാരനായ സ്കൂൾ കുട്ടിക്ക് ഒരു പ്ലസ് ടുക്കാരിയുമായി സൗഹൃദമാവാം. പക്ഷേ സാധാരണ ഒരു ക്ലാസ്സിൻ്റെയെങ്കിലും മുന്നിൽ പഠിക്കുന്ന കുട്ടികളെ താഴെയുള്ളവർ ചേട്ടൻ എന്നോ ചേച്ചിയെന്നോ വിളിക്കുകയാണ് പതിവ്. എന്നുവെച്ച് പേര് വിളിച്ചത് കൂടുന്നില്ല. അവൾ എന്ന സർവ്വനാമവും ആവാം. എങ്കിലും പിന്നീട് ആ ഫോൺ സൗകര്യത്തിന് കിട്ടിയപ്പോൾ ഉമ അത് വിശദമായി പരിശോധിച്ചു. മെസ്സേജുകളിൽ മൊത്തം മിലിയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ലവ് ഫോർ ലവ് സേക്ക് എന്ന കുറിപ്പാണ് ആദ്യം കണ്ടത്. ലവ് ഈസ് എ കപ്പ് ഓഫ് പോയ്സൺ ബട്ട് ഐ വാണ്ട് മോർ എന്ന് പുറകെ. അവൾ ഞെട്ടിപ്പോയി. മലയാളത്തിലുള്ള കൊച്ചു വർത്തമാനങ്ങളും പ്രേമസല്ലാപങ്ങളുമാണ് അധികം. അപ്പോൾ നിന്നെ എനിക്ക് മറക്കാനാവില്ലടാ എന്ന ഒരു വാചകം ഓർമ്മയിൽ തങ്ങി. സോമബാലൻ എന്ന സ്കൂളിലെ പേര് കൂടാതെ അപ്പു എന്ന വീട്ടിലെ പെറ്റ് നെയിമും അവൻ മിലിയെ അറിയിച്ചിരിക്കുന്നു. ഉമ്മയ്ക്ക് നേരിയ ഭയം തോന്നി. അവൻ്റെ പഠനം ഉഴപ്പുമോ? സ്കൂളിൽ തിരക്കിയപ്പോൾ സോമു ഇപ്പോൾ സ്കൂൾ ഫസ്റ്റാണ്. അവനിൽ നിന്ന് 10th ഒരു റാങ്ക് അവർ പ്രതീക്ഷിക്കുന്നു. പ്രണയം ചിലരെ ഉത്തേജിപ്പിക്കാറുണ്ടെന്ന് അവൾ ഓർത്തു. എങ്കിലും അവൻ 9ലെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടിയാണ്. അന്ന് അപ്പു സ്കൂളിൽ നിന്ന് എത്തിയപ്പോൾ ഉമ്മ ശ്രദ്ധിച്ചു. തൻ്റെ അത്ര ഉയരമുണ്ട് അവന്. പാൻസിൽ ഒരു യുവാവിൻ്റെ കാഴ്ചയുമുണ്ട്. എന്നാലും തൻ്റെ കുട്ടിയാണ് അപ്പു. ആ നെഞ്ച് എന്തിനോ തേങ്ങി. അത്താഴ സമയത്ത് അവൾ തിരക്കി. മിലി ആരുടെ മകളാണ് അപ്പു? എന്താ അമ്മേ? വെറുതെ ചോദിച്ചതാ. സെൻറ് തോമസിലെ പ്രൊഫസർ എലിസബത്തിൻ്റെയും ഇവിടുത്തെ തഹസിൽദാർ ജോർജ് മാത്യുവിൻ്റെയും 2 പെൺമക്കളിൽ ഇളയവൾ. +2 സയൻസ് ഗ്രൂപ്പ്, CBSE സിലബസ്. വയസ്സ് 16. എന്നേക്കാൾ 2 വയസ്സിന് മൂത്തവൾ. നമ്മളെക്കുറിച്ച് എല്ലാം അറിയാം. എനിക്ക് വേണ്ടി മിലി മരിക്കും. എന്നുവെച്ചാൽ 18 വയസ്സ് കഴിഞ്ഞ് ഞങ്ങളിൽ ആർക്കാദ്യം ഒരു ജോലി കിട്ടിയാലും ഞങ്ങൾ മാരീഡാവും. കുറച്ച് നിമിഷങ്ങളിലേക്ക് ഉമയുടെ ഹൃദയമിടിപ്പ് നിലച്ചുപോയി. മകനെ അടിക്കണമെന്ന് തോന്നി, പൊട്ടിത്തെറിക്കണമെന്ന് തോന്നി. പിന്നെ പണിപ്പെട്ട് നിയന്ത്രിച്ചു. തനിക്ക് ആകെ ഇവനെയുള്ളൂ. ജീവിതത്തിൻ്റെ താങ്ങായ ആൾ ചലനമറ്റ് കിടക്കയിലാണ്. മറുപടിയൊന്നും പറയാതെ അവൾ കൈ കഴുകി എഴുന്നേറ്റു. പിറ്റേന്ന് അപ്പുവിൻ്റെ പ്രിൻസിപ്പലിനെ വിളിച്ചു. സർ, ഞാൻ 9Bയിലെ സോമബാലിൻ്റെ അമ്മയാണ്, ഡോക്ടർ ഉമാ മഹേശ്വരി. പറയൂ ഡോക്ടർ, നമ്മൾ പരസ്പരം അറിയാവുന്നവരാണല്ലോ. സർ, എൻ്റെ സോമു ഇപ്പോൾ പഠിക്കാൻ എങ്ങനെയുണ്ട്? അവൻ്റെ അച്ഛൻ സുഖമില്ലാതെ കിടക്കുന്നതുകൊണ്ടാണ് ചോദിച്ചത്. അച്ഛൻ്റെ അസുഖം മോനെ ബാധിച്ചതായി തോന്നുന്നുണ്ടോ? നോ ഡോക്ടർ, 2 വർഷമായി അവൻ വളരെ സ്റ്റഡിയാണ്. ഞങ്ങളിപ്പോഴും അവനിൽ നിന്ന് ഒരു റാങ്ക് പ്രതീക്ഷിക്കുന്നു. വീട്ടിലെ വറീഡൊന്നും അവനെ ബാധിച്ചിട്ടില്ലെന്ന് വേണം കരുതാൻ. ഏതായാലും വിളിച്ചു തിരക്കതിയിൽ സന്തോഷമുണ്ട്. താങ്ക് യു സാർ, ഉമ അവസാനിപ്പിച്ചു. അന്ന് തന്നെ അവൾ നേരിൽ ചെന്ന് സ്നേഹിതയായ സൈക്കാട്രിസ്റ്റ് ഹേമാംബികയെയും കണ്ടു. എല്ലാം വിശദമായി ഹേമയെ അറിയിച്ചു. അവൾ മന്ദഹസിച്ചു. മോൻ്റെ പ്രണയം പഠനത്തിന് കത്തിവെച്ചിട്ടില്ലെന്ന് പ്രിൻസിപ്പലിൻ്റെ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമല്ലേ? പിന്നെന്തിനാ ഉമ ബോധേഡാവുന്നത്? 14 വയസ്സിനുള്ളിൽ എതിർലിംഗത്തോട് ആഗ്രഹവും ആഭിമുഖ്യവും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. 2 വയസ്സിന് മുതിർന്ന പെൺസുഹൃത്ത് ഒരു അത്ഭുതമൊന്നുമല്ല. വയസ്സിൻ്റെ മുറയ്ക്കല്ലല്ലോ പരസ്പര ആകർഷണം സംഭവിക്കുക. വില്യം ഷേക്സ്പിയറിന് തന്നേക്കാൾ 8 വയസ്സ് പ്രായക്കൂടുതലുള്ള ഭാര്യയുണ്ടായിരുന്നത്. ഇൻ്റലക്ച്വൽ ബന്ധങ്ങളിലാണ് വയസ്സ് പ്രശ്നമാവാത്തത്. പ്രായപൂർത്തിയായി തൊഴിൽ കിട്ടിയ ശേഷം മതി വിവാഹമെന്ന തീരുമാനവും പക്വമാണ്. ചിലപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ ഈ ബന്ധം ഡ്രോപ്പ് ആവാം. തടസ്സം പറഞ്ഞിട്ട് അവർക്ക് വാശിയും വരാം. താൻ സന്തോഷമായിരിക്കുക. ഉമ എഴുന്നേറ്റു. ഒന്നുകൂടി ഹേമ പറഞ്ഞ് അവസാനിപ്പിച്ചു. നമ്മളൊക്കെ എത്രയോ മൗന പ്രണയങ്ങൾക്ക് ശേഷം പ്രായപൂർത്തി വന്നവരാണെന്ന് ഓർത്തു നോക്കുക. അന്നൊക്കെ സിനിമകളിലും നാടകങ്ങളിലും ടെലിവിഷൻ സീരിയലുകളിലും മാത്രമേ പ്രണയം അനുവദിക്കപ്പെട്ടിരുന്നുള്ളൂ. ഇന്നത്തെ കുട്ടികൾ എത്ര സ്വതന്ത്രരാണെന്ന് ഓർത്തു നോക്കുക ഉമ. ഒരു ദിവസം അപ്പു സ്വയം മിലിയെക്കുറിച്ച് അമ്മയോട് പറഞ്ഞു. മിലി വന്ന ശേഷമാ അമ്മേ എനിക്ക് അമ്മുവിൻ്റെ നഷ്ടം സഹിക്കാനായത്. അന്നൊക്കെ സ്കൂൾ കോമ്പൗണ്ടിൽ എവിടെയെങ്കിലും ചെന്ന് നിന്ന് ഞാൻ ആരും കാണാതെ കരയുമായിരുന്നു. അങ്ങനെയാ ഒരു ദിവസം മിലി എന്നെ കണ്ടുപിടിച്ചേ. അവൻ്റെ കണ്ണുകൾ തുളുമ്പി. ഉമ അത് ടവൽ കൊണ്ട് തുടച്ചു. നമ്മുടെ അമ്മു എവിടെയോ സുഖമായിരിക്കുന്നു മോനെ. ഒരു ദിവസം നമുക്ക് അവളെ തിരിച്ചു കിട്ടും. നോ, അപ്പു ആ വിട്ട് കരഞ്ഞു. അവൾ എങ്ങുമില്ല. ഉണ്ടെങ്കിൽ നമ്മളെ അവൾ വിവരമറിയിക്കും. വിവരമറിയിക്കാനാവാതെ അവൾ തടവിലാണെങ്കിലോ? ഏത് തടവും അമ്മു ചാടും അമ്മേ. അവൾ ഈ ഭൂമിയിലല്ല. ആരോ എൻ്റെ അമ്മുവിനെ ഇല്ലാതാക്കി. നിയന്ത്രണം വിട്ട് കരയുന്ന മകനെ സമാധാനിപ്പിക്കാൻ അമ്മയ്ക്ക് കഴിയാതെയായി. ഒടുവിൽ അവളും ആ സങ്കടത്തിന് അടിമയായി. അന്ന് രാത്രിയിലും അമ്മു ഉറക്കത്തിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പിടഞ്ഞെഴുന്നേറ്റു. എന്നാ ഇത് രാഘവി? അവളെ നെഞ്ചിലമർത്തി അഭിരാമി കേണു. എന്നാ എൻ്റെ കുളതയ്ക്ക് പറ്റിയത്? ഞാൻ അപ്പേട്ടനെ സ്വപ്നം കണ്ടു അമ്മേ. എന്നെ കാണാഞ്ഞ് സങ്കടത്തിൽ എൻ്റെ അപ്പേട്ടൻ കരയുന്നു. പാര് രാഘവി. ചുവരുടെ ക്ലോക്കിലേക്ക് അഭി കൈ ചൂണ്ടി. 12 മണിയേ ആയുള്ളൂ. പതിരാ സ്വപ്നങ്ങൾ പൊയ്യാന്ന് എൻ്റെ പാട്ടി പറയുമായിരുന്നു. അതൊരിക്കലും നിജമാവതമ്മ. പുലർച്ചെ സ്വപ്നങ്ങൾ മാത്രമേ ഫലിക്കൂ. പൊയ്ക്കനവുകൾ കാണാതിരിക്കാൻ അമ്മ ആഞ്ജനേയർക്ക് വടമൂല കെട്ടി ചാർത്തന നാളെ. എന്നാലും എൻ്റെ അപ്പേട്ടൻ അമ്മുവിന് സഹിക്കാനായില്ല. നാളെ ആഞ്ജനേയ കോവിൽ ചെല്ലുമ്പോൾ എല്ലാം
മറുതിടം രാഘവേ, ആഞ്ജനേയർ നമുക്ക് അത് നല്ലത് തോന്നിപ്പിക്കും. വെളുപ്പിന് തന്നെ അബി കുട്ടിയുമായി കോവിലെത്തി. അപ്പോഴാണ് തെരുവിലെ പൂക്കാരിപ്പാട്ടി പറഞ്ഞത്, രാഘവേന്ദ്ര റാവു വന്തിരിക്കാരെ അഭിയമ്മ, നേത്ത് സായങ്കാലം പാത്തേനെ. മഞ്ഞുമഴയിൽ നനഞ്ഞതുപോലെയായി അഭിരാമി. രാഘവേന്ദ്രാവാ? അഭിരാമിയുടെ തൊണ്ടയിടറി. എങ്ക പാട്ടിയവർ? പൂമാല മുഴമളന്ന് വിറ്റിരുന്ന പാട്ടി ഉത്കണ്ഠ നിറഞ്ഞ ആ ചോദ്യം കേട്ടില്ല. ആരാമ്മേ? അമ്മു അബിയുടെ പട്ടുസാരി തുമ്പിൽ പിടിച്ചു വലിച്ചു. ആര് വന്നുന്നാ പൂക്കാരിപ്പാട്ടി പറഞ്ഞേ? ഉങ്ക അപ്പ, അബി കിതച്ചു. അതായത് രാഘവയുടെ അപ്പ? ഇനി മുതൽ ഞങ്ങളുടെ രാഘവ നീയാ മോളൂ. അപ്പ എവിടെയാണെന്നാ പാട്ടി പറഞ്ഞേ? ഇന്നലെ സന്ധ്യയ്ക്ക് കണ്ടുവെന്നാ അവർ പറഞ്ഞത്. അപ്പോൾ ജോലിക്ക് എത്തിക്കാണും. റോഡ് ക്രോസ് ചെയ്തപ്പോൾ മോളെ ശ്രദ്ധിക്കാഞ്ഞത് കൊണ്ടാണ് അപകടമുണ്ടായതെന്ന് രാഘവേന്ദ്ര പലതവണ എന്നെ കുറ്റപ്പെടുത്തിയിരുന്നു. ആ ദേഷ്യത്തിലാവും മഠത്തിലേക്ക് വരാതിരുന്നത്. എന്നാലും എൻ്റെ രാഘവറാവു ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞല്ലോ. ആഞ്ജനേയരെ തൊഴുതിട്ട് നമുക്ക് അപ്പാവയുടെ ഓഫീസിൽ കയറി അന്വേഷിക്കാൻ രാഘവി. അമ്മുവിൻ്റെ കൈപ്പിടിച്ച് അബി കോവിലിൻ്റെ അകത്തേക്ക് നടന്നു. വടമാല നേർച്ചകളെ ചീട്ടെടുത്ത് അമ്മയും മകളും കൂടി മാല കൊരുക്കാനുള്ള മെതുവട പ്രാർത്ഥനയോടെ കോവിലിൻ്റെ തിടപ്പള്ളിയിലെ നെയ്ച്ചെപ്പിൽ വറുത്തെടുത്തു. ആഞ്ജനേയ വിഗ്രഹത്തിന് മുന്നിൽ ചമറം പടിഞ്ഞിരുന്ന് 2 പേരും ചേർന്നാണ് വാഴവള്ളിയിൽ വടമാല കൊരുത്തെടുത്തത്. പൂജാരി ആ മാല ആഞ്ജനേയ വിഗ്രഹത്തിൽ ചാർത്തി ആരതി ഒഴിഞ്ഞു. അബിയോടൊപ്പം അമ്മവും ആ തിരുമുമ്പിൽ മുട്ടുകുത്തി നമസ്കരിച്ചു. അതിനിടയിൽ അമ്മ മകളുടെ കാതിൽ ആവശ്യപ്പെട്ടു, അപ്പാവയെ കാണിച്ചു തരണേ ആഞ്ജനേയരെ എന്ന് പ്രാർത്ഥിക്കണേ രാഘവി. നീ പ്രാർത്ഥിച്ചാൽ സ്വാമി കേട്ടിടും. നീ ദൈവാനുഗ്രഹമുള്ള കുട്ടിയാ. ഈ അമ്മ ഒരു പാപിയും അതുകൊണ്ടല്ലേ പറ്റ കുളന്തയെയും അവളുടെ അപ്പാവയെയും എനിക്ക് നഷ്ടമായത്. അഭിയമ്മയുടെ കവിളിലെ കണ്ണുനീർ ചാലുകൾ വലം കൈയുയർത്തി തുളച്ചു അമ്മു. എന്നിട്ട് ആഞ്ജനേയരുടെ നേർക്ക് തിരിഞ്ഞ് കണ്ണുകൾ പൂട്ടി പ്രാർത്ഥിച്ചു. അഭിയമ്മ ആഗ്രഹിക്കുന്നതെല്ലാം നടത്തി കൊടുക്കണേ ഭഗവാനെ. അതുപോലെ എൻ്റെ അച്ഛനെയും അമ്മയെയും അപ്പേണ്ണയും ഒരു സങ്കടവും കൂടാതെ കാത്തു രക്ഷിക്കണേ. ഞങ്ങൾ 4 പേർക്കും എന്തെങ്കിലും ഒരുമിച്ച് താമസിക്കാൻ കഴിയണേ. പൂജാരി 2 പേർക്കും തീർത്ഥവും പ്രസാദവും നിവേദ്യ പായസവും നൽകി. നമുക്ക് മടങ്ങാൻ മോളൂ, അഭിരാമി പറഞ്ഞു. മടങ്ങും വഴി നിൻ്റെ അപ്പാവയുടെ ഓഫീസിലും കയറാം. അദ്ദേഹം വരും വരെ നമുക്ക് കാക്കാം. മോൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മഠത്തിൽ കയറി ആഹാരം എന്തെങ്കിലും കഴിച്ചിട്ട് ഓഫീസിൽ പോയാലും മതി. എനിക്ക് വിശക്കണില്ലാമേ. അപ്പാവയെ കണ്ടിട്ട് നമുക്ക് മഠത്തിലേക്ക് പോയാൽ മതി. അമ്മാവയുടെ നല്ല കുട്ടി. അബി കുനിഞ്ഞ് അമ്മുവിൻ്റെ കവിളിൽ ഉമ്മ നൽകി. എന്നിട്ട് അവർ മെല്ലെ കോവിലിന് പുറത്തേക്ക് നടന്നു. പുറത്തെ മണ്ഡപത്തിലെത്തിയപ്പോഴേക്കും അഭിരാമി പെട്ടെന്ന് നിന്നു. അമ്മു അത്ഭുതത്തിൽ അമ്മയെ നോക്കി. പുറത്തെ മണ്ഡപത്തിൻ്റെ പടിക്കെട്ടിൽ ജുബയും കസവും മുണ്ടവും അണിഞ്ഞ് ഒരാൾ. തൻ്റെ അച്ഛനാണോ അതെന്ന് ഒരു നിമിഷത്തേക്ക് അമ്മു ശങ്കിച്ചു. അച്ഛൻ്റെ അതേ ശാന്തമായ മുഖമുള്ള ഒരാൾ. മുടി ചീകി വച്ചിരിക്കുന്നത് പോലും അച്ഛൻ്റെ തരത്തിലാണ്. ഇതാണോ രാഘവയുടെ അപ്പ? രാഘവാരു? പെട്ടെന്ന് അഭിരാമി മണ്ഡപത്തിൻ്റെ പടിക്കെട്ടിൽ കണ്ണുകൾ അടച്ചു നിൽക്കുന്ന ചെറുപ്പക്കാരൻ്റെ നേർക്കോടി. അയാൾ മിഴികൾ തുറന്ന് അമ്പരപ്പിൽ അഭിരാമിയെ നോക്കി. എന്താ അഭി നീ ഇവിടെ? ഈ സമയത്ത് എങ്ങനെ ഇവിടെ എത്തി? ആഞ്ജനേയർ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയതാണ് രാഘവാരു. ചെന്നൈയിൽ വന്നിട്ട് നിങ്ങൾ മഠത്തിലേക്ക് വന്നില്ലല്ലോ. 1 വർഷമായി ഞാൻ നിങ്ങളെ എവിടെയെല്ലാം തേടി നടന്നു. എത്ര തവണ ജീവൻ കളയാൻ ശ്രമിച്ചു. അപ്പാവും അണ്ണനും എല്ലാം ഭാഷകളിലുള്ള പത്രങ്ങളും കാണുവാനില്ല എന്ന അറിയിപ്പ് കൊടുത്തു. പോലീസ് എത്ര അന്വേഷിച്ചു. രാഘവേന്ദ്രയുടെ കണ്ണുകൾ നനഞ്ഞു. എല്ലാം പറയാബി. 1 വർഷത്തെ മുഴുവൻ കാര്യങ്ങളും ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ലല്ലോ. ഇന്ന് സായങ്കാലം മഠത്തിലേക്ക് വരാനിരിക്കുകയായിരുന്നു ഞാൻ. പോയി. അല്ല ബി, നിജം. നീയാണേ സത്യം. നമുക്ക് നഷ്ടപ്പെട്ട നമ്മ രാഘവിയുടെ ആത്മാവാണേ സത്യം. പൊടുന്നനെ അഭിരാമി ചുറ്റും കണ്ണോടിച്ച് നെഞ്ചിൽ കൈവച്ച് കരഞ്ഞു. അയ്യോ, എൻ്റെ കുട്ടിയെവിടെ? എൻ്റെ മോളെവിടെ? എന്താ ബി? രാഘവേന്ദ്ര ഭാര്യയുടെ കൈ കവർന്നു. എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മുടെ മോൾ നമ്മെ വിട്ടുപോയിട്ട് 1 വർഷം കഴിഞ്ഞില്ലേ അബി? നമ്മുടെ മോൾക്ക് പകരം അവളെപ്പോലെ തന്നെയുള്ള ഒരു മോളെ എനിക്ക് ദൈവം തന്നിരുന്നു രാഘവരു. അവളെയാ ഞാൻ തിരക്കുന്നത്. മോളെ രാഘവി, മോളെ ഭാവയാമി. ഭാവയാമി എന്ന് കേട്ടതും അമ്മു ആഞ്ജനേയ സ്വാമികളുടെ മുന്നിലെ കർപ്പൂര ദീപം തൊഴാൻ തിക്കിത്തിരക്കുന്നവർക്കിടയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവളെ കണ്ടതും രാഘവേന്ദ്രയിൽ ഒരു ഞെട്ടലുണ്ടായി. ഈ കുട്ടി ഇതാരാബി? എനിക്ക് കടവുൾ തന്നതാ രാഘവാരു. മകൾ നഷ്ടപ്പെട്ട പുറകെ എൻ്റെ എല്ലാമെല്ലാമായ രാഘവാരു കൂടി എനിക്ക് നഷ്ടപ്പെട്ടില്ലേ? എൻ്റെ സങ്കടം കൊണ്ട് ദൈവം തന്ന നിധിയാ. അബി ഓടിച്ചെന്ന് അമ്മുവിനെ കെട്ടിപ്പിടിച്ചു. രാഘവി, ഇതാണ് നിൻ്റെ അപ്പ. കണ്ടോ? നിന്നെ ജീവനായിരുന്നു അദ്ദേഹത്തിന്. പിന്നെ രാഘവേന്ദ്രയോട് ചോദിച്ചു, കണ്ടില്ലേ രാഘവാരു ഇവളെ? നമ്മ രാഘവി പോലെ തന്നെ ഇല്ലേ എന്ന് നോക്കൂ. രാഘവി, ഇതാ നിൻ്റെ അപ്പ. അമ്മുവിന് പക്ഷേ രാഘവേന്ദ്രയുടെ അടുത്തേക്ക് ചെല്ലാൻ മടിയായി. മകളുമായി നല്ല സാമ്യമുള്ള കുട്ടിയായിട്ടും ഓടിച്ചെന്ന് അവളെ ചേർത്ത് പിടിക്കാൻ അയാൾക്കും ചമ്മൽ അനുഭവപ്പെട്ടു. ഈ കുട്ടിയെ നിനക്ക് എവിടുന്ന് കിട്ടിയെന്ന് പറയുക ബി? രാഘവേന്ദ്ര ആവശ്യപ്പെട്ടു.
കഥ തുടരും.